നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോൾ ഉള്ള ഒരു ഡിസപ്പോയിൻറ്റിങ് മൊമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ. കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഭയങ്കര നയൻതാര ഫാനാണ്. അത് എത്രമാത്രമെന്ന് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് എൻ്റെ ബർത്ത്ഡേക്ക് വെച്ച കേക്ക് കണ്ട, എനിക്ക് വന്ന് ട്രോള് വീഡിയോ കണ്ടോ, നീ നയൻതാരയുടെ അടുത്ത് എത്തും, അല്ലെങ്കിൽ നീ നയൻതാരേനെ കാണും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുച്ഛങ്ങൾ, കളിയാക്കലുകൾ, അങ്ങനെ വേണ്ട എല്ലാ കുന്ത്രണ്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ നയൻതാര ഉയരിട്ട സമയത്ത് എനിക്ക് ഇപ്പോൾ നയൻതാര വന്ന് കാണും, നയൻതാര വന്ന് സംസാരിക്കും, എല്ലാം നടക്കും എന്ന് പറഞ്ഞാൽ എന്നെ അത്രയും എന്താ പറയുക, നിരാശപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഇന്നലെ നയൻതാരയുടെ ഒരു സ്റ്റോറി കണ്ടിട്ട് ഞാൻ ദുബായ് മോളിൽ പോയിട്ട് 5 മണിക്കൂർ ഞാൻ ദുബായ് മോളിൽ ചുറ്റും നടന്നു. ദൈവമേ ഒന്ന് കാണിച്ച് തരണേന്ന് പറഞ്ഞു ഫുൾ നടന്നു. 5 മണിക്കൂർ നടന്ന് അവിടെ നിന്നൊരു മലയാളി ചേട്ടൻ പറഞ്ഞു നയൻതാര വന്ന് പോയി, ഏകദേശം 2 മണിക്ക് വന്നു, 7 മണിക്ക് പോയി എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഈശ്വര, ഇത്രയും ഞാൻ ആഗ്രഹിച്ച് വന്നിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഈ ദുബായിൽ വന്ന് തന്നെ നയൻതാര എല്ലാ ന്യൂ ഇയറിനും ബുർജ് ഖലീഫയുടെ അടുത്തുണ്ടാവും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ എനിക്ക് കാണണം എന്നുള്ളത്. ഞാൻ ദുബായ്ക്ക് വണ്ടി കയറിയപ്പോൾ നയൻതാര കോഴിക്കോട് പാരഗണിൽ വന്നു. അത്രയും ഭാഗ്യമാണോ എനിക്കെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, 1000 തവണയോളം ഞാൻ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അത്രയ്ക്ക് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം എനിക്ക് ഇന്നലെ സാധിച്ചത്. എന്നോട് എത്രയോ പേര്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മതി നടന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നയൻതാരയുടെ പാട്ടിന് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചപ്പോഴും ഇല്ല കുറച്ചുകൂടെ. എന്നാലും ഞാൻ ആ ബുർജ് ഖലീഫയുടെ അവിടെ നിന്നൊരു വീഡിയോ ചെയ്തു. ഇതിൽ ഞാൻ പറഞ്ഞു ഞാൻ കാണും എന്നുള്ള എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ്. ഞാൻ ആ ആഗ്രഹത്തിന് വേണ്ടി അവസാന നിമിഷം വരെ നിന്നത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ബുർജ് ഖലീഫയുടെ അവിടെ നടക്കുമ്പോഴാണ് ഞാൻ നയൻതാരേനെ ഞാൻ വളരെ എന്തോ ഒരു ഇൻഡ്യൂഷൻ, എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നയൻതാര ഇരിക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. എനിക്ക് സംസാരിക്കാൻ എനിക്ക് വാക്കില്ല. ഞാൻ അവിടെ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നൊരു മൊമെൻറ്റ്, എനിക്ക് വായിന്നൊരു വാക്ക് വരുന്നില്ല. എന്നിട്ട് നയൻതാരയുടെ ഫ്രണ്ടിനെ കൊണ്ട് പുറത്ത് വന്ന് എന്നോട് ചോദിച്ചു നയൻതാരനെ കാണാനാണോ നിൽക്കുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞ് അവർ പോയി എൻ്റെ അടുത്തേക്ക് വന്നു. നയൻതാര എൻ്റെ അടുത്ത് വന്ന് നിന്ന് എനിക്ക് ഫോട്ടോ തന്ന് പോയി. ഞാൻ ഈ എഴുതി വെച്ച കാര്യം പോലെ ഞാനും നയൻതാര ഓപ്പോസിറ്റ് അവിടെ ഇരുന്നത്. അപ്പോൾ ബുർജ് ഖലീഫയുടെ എന്നോട് എല്ലാവരും പറഞ്ഞു നീ ബുർജ് ഖലീഫ കാണുമായിരിക്കും, പക്ഷെ നയൻതാരനെ കാണില്ല എന്ന്. പക്ഷേ ഈ ഫോട്ടോയുടെ തൊട്ട് മുകളിൽ ബുർജ് ഖലീഫയാണ്, തൊട്ട് മുകളിൽ ബുർജ് ഖലീഫ. അതിൻ്റെ താഴെ നിന്നെടുത്ത ഫോട്ടോ ആണത്. എനിക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നൊരു കാര്യം, അതിൻ്റെ തീവ്രത നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതെന്ത് കാര്യമായിക്കോട്ടെ. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ നിസ്സാരമായിരിക്കും. ഇതൊക്കെ ഒരു ആഗ്രഹമാണോ, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് അത്രയും തീവ്രമാണെങ്കിൽ, നിങ്ങൾക്കത് വേണം എന്നാണെങ്കിൽ നിങ്ങൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്തെടുത്തോ, നിങ്ങൾക്കത് ഉറപ്പായിട്ടും നടക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഈ ഫോട്ടോ എടുത്ത് തന്നത് നയൻതാരയുടെ ഫ്രണ്ടാണ്. ആ എടുത്ത ടൈം എന്ന് പറയുന്നത് 11:11. അത്രയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു മൊമെൻ്റാണ് എൻ്റെ ലൈഫിൽ ഇന്നലെ നടന്നിട്ടുള്ളത്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് മൊമെൻറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു മൊമെൻറ്റ് മറക്കില്ല. കാരണം നയൻതാര അവിടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫാമിലി ടൈമിൽ, അവരുടെ ഒരു പ്രൈവറ്റ് ടൈമിൽ നിന്ന് എനിക്ക് വേണ്ടി എന്നെ പുറത്ത് കണ്ട് എൻ്റെ ഇമോഷൻ, എന്നെ എത്ര വട്ടം നയൻതാര നോക്കി, ഞാൻ കരയുന്നത് കാണുന്നുണ്ട്, ഞാൻ ടിഷ്യൂ കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നത് കാണുന്നുണ്ട്. ആ മൊമെൻറ്റിൽ അവിടെ നിന്ന് അവരുടെ അടുത്ത് നിന്ന് നയൻതാര എനിക്ക് വേണ്ടി വന്ന ആ സെക്കൻഡുകളോ മിനിറ്റുകളോ ആയിക്കോട്ടെ, പക്ഷേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് മൊമെൻറ്റ്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കത് നടക്കും, ഷുവർ.